ഇത് ഞങ്ങളുടെ ഡേ 2. ഞങ്ങളിപ്പോൾ സർവേ എടുക്കാൻ പോവാണ്. ഞങ്ങൾ പോയ സ്ഥലം നല്ല പ്രകൃതി രമ്യമായ സ്ഥലമായിരുന്നു. ഞങ്ങൾ സർവേ എടുത്തത് മാംഗോ ഗ്രാഫ്സിനെ കുറിച്ചായിരുന്നു. ആനുവൽ ഇൻകം എത്ര ഒരു വർഷം എത്ര ഗ്രാഫ്സ് ഉണ്ടാക്കും, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചിട്ട്. ഇത് അവിടെ ചെന്നപ്പോൾ ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തത്. പിന്നെ ഇത്ര നല്ല സ്ഥലം കണ്ടപ്പം എന്തായാലും ഒരു ഫോട്ടോ വേണമല്ലോ എന്ന് വിചാരിച്ച് ഫോട്ടോ എടുത്തു. എന്ത് ശാന്തത അല്ലേ. ഇന്ന് ഞങ്ങൾ ലാച്ചിക്കടി എന്ന സ്ഥലത്ത് ഞങ്ങളുടെ സ്റ്റേ നടക്കുക. ഇത് 2ാമത്തെ ദിവസം. രാവിലെ സർവേ എടുക്കാൻ പോയി. ഇപ്പം ഒരു വാട്ടർഫോൾ ഉണ്ട്, അവിടെ പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ അമ്മ എത്ര ദൂരം നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതുവരെ എത്തിയിട്ടില്ല. എന്തിനും ഇതിനും എൻ്റെ പോപ്പി എൻ്റെ കൂടെ ഉണ്ട്. മഴ പെയ്യുന്നു വിചാരിച്ചെടുത്തതാ. മഴ പെയ്തില്ല, പക്ഷെ ഒടുക്കത്തെ വെയിൽ. അപ്പം എൻ്റെ പോപ്പി കൂടെ പിടിച്ച് നടക്കുക. ഇനി എപ്പോൾ എത്താനൊന്നും ഒരു ഐഡിയ ഇല്ല. ക്ഷീണിച്ചു പോയി, പക്ഷെ നല്ല രസമുണ്ട്. ഗൈസ്, നിങ്ങൾ ഈ വഴി കണ്ടോ? നിറച്ച് കല്ലും ഒക്കെ ആയിട്ടാ. ക്ഷീണിച്ച് പോയി. എല്ലാവരും മുന്നോട്ട് പോയി, പക്ഷെ എനിക്ക് കൂട്ടുന്നൊരു കൊച്ച് കിട്ടി. അപ്പോൾ അവൾ ഞാനും കൂടെ ഇങ്ങനെ പതുക്കെ വരുക. ഇതുവരെ എത്തിയിട്ടില്ല. എല്ലാവരും ക്ഷീണിച്ച് പോയി. ഫൈനലി ആ ഡെസ്റ്റിനേഷൻ എത്തുമ്പോൾ പക്ഷേ നല്ലതായിരിക്കും. ഇവിടുന്ന് തന്നെ മറ്റേ വാട്ടർഫോളിൻ്റെ ആ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. കണ്ടോ? അങ്ങനെ അവിടെ ഇരിക്കാനൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. മിക്കവാറും ഇരിക്കുകയായിരിക്കും ഞാൻ, കാരണം ക്ഷീണിച്ച് പോയി നല്ലോണം. ഇനിയും കുറേ കയറാനുണ്ട്. കണ്ടോ? പക്ഷെ നല്ല രസമുള്ള സ്ഥലം കേട്ടോ. നമ്മൾ ലൈക്ക് നേച്ചറായിട്ട് ക്ലോസായി ആ ഒരു ഫീല് കിട്ടുന്ന സ്ഥലമാണ്. ഒരു ഫോട്ടോ എടുക്കുക. കണ്ടോ ഗൈസ്, എന്ത് രസമാണ് കാണാൻ. ഇതാണ് ഇവിടുത്തെ റോഡ്സ്. ഇങ്ങനത്തെയാണ് കണ്ടീഷൻ. ഞങ്ങൾ ഇത്ര ദൂരം വന്നു. ഇനി മുന്നോട്ട് പോകാനുള്ള ഒരു ത്രാണിയില്ല. കാരണം ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂടെയുള്ള കുറേ ആൾക്കാർ അവിടെ എത്തി. ഇപ്പോൾ ഞങ്ങൾ നേരത്തെ 2 ആൾക്കാരുന്നില്ലേ, ഇപ്പോൾ 3 ആളും കൂടെ വന്നു. ഞങ്ങൾ 3 ആൾക്കാർ ഇവിടെ ഇരിക്കുക. കുറേ വിചാരിച്ചു അവിടെ വരെ എത്താൻ പറ്റുമായിരിക്കുന്നു, പക്ഷേ പറ്റുന്നില്ല. നല്ല വെയിലും പിന്നെ ഭയങ്കര എന്താ പറയുക, കുന്നുപോലുള്ള സ്ഥലമാണ്, നിറച്ച് കല്ലൊക്കെ ആയിട്ട്. പിന്നെ എന്തായാലും അവിടെ വരെ എത്താൻ പറ്റത്തില്ല. സാരില്ല, ഇവിടെ വരെയെങ്കിലും എത്താൻ പറ്റിയല്ലോ. നല്ല രസമുണ്ട് സ്ഥലം. നമ്മൾ നേച്ചറായിട്ട് ഇങ്ങനെ മേർജായി പോകുന്ന പോലെ, അതിൽ അലിഞ്ഞു പോകുന്ന പോലെ ഒരു ഫീലുണ്ട്. ഇതാണ് 2ാമത്തെ ദിവസത്തെ വിശേഷം. ഇനി ഉച്ച കഴിഞ്ഞിട്ട് വേറെ എവിടെ പോകുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇങ്ങനത്തെ ഒരു ഹിൽ, ആ ഒരു ടൈപ്പാണ്. എന്തായാലും ആ പോക്ക് ഞാൻ നടക്കില്ലായിരിക്കും. എല്ലാവരും ഇപ്പോൾ അവരെന്ത് ക്ഷീണിച്ചിട്ടായിരിക്കും. ഇത്ര കഷ്ടപ്പെട്ട് ഇതുവരെ കയറിയതല്ലേ, അപ്പം എന്തായാലും ഒരു ഫോട്ടോ മസ്റ്റാണ്. ഇത് ഞങ്ങൾ തിരിച്ച് താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് ഉള്ള കുറച്ച് ഫോട്ടോസ്. എന്താ ക്ലൗഡ്സൊക്കെ നോക്കി, എന്ത് രസമാണ് കാണാൻ. ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലെത്തി കഴിഞ്ഞ് നോക്കുമ്പം കണ്ട കാഴ്ചയാണിത്. ഡബിൾ റെയിൻബോ, ഒരു റെയിൻബോയില്ല, ഡബിൾ റെയിൻബോ കൊണ്ടുവന്ന്. അടുത്ത വ്ളോഗ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യൂ. ബൈ.